സുധി സൂര്യയായിട്ട് കച്ചറ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിധി ഡോറ് തുറന്നു വന്നിട്ട് സുധിയെ നോക്കിയ കാര്യമൊക്കെ അനിയനോട് വളരെ റൊമാൻറ്റിക് ആയിട്ട് പറയാണ്. അത് ഒരു തട്ടത്തിമറയത്ത് സ്റ്റൈലിൽ. ഇത് കേട്ടിട്ട് അനിയൻ പറയും 2-3 കാര്യങ്ങൾ മാറ്റണം. ഒന്നാ കാറ്റ്, അത് വടക്കൻ കേരളത്തിൽ കണ്ണൂർ മാത്രം വീശുന്നൊരു കാറ്റാ. പിന്നെ മുഖത്തേക്ക് വീഴുന്ന മുടി, അതൊക്കെ ക്രിഞ്ചാണ്. വിനീത് ശ്രീനിവാസൻ വരെ അത് വിട്ടു. അപ്പോഴാ ഇതൊക്കെ കേട്ടിട്ട് അപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്ന സുഭാഷ് വരെ ചിരിക്കുകയാണ്. സുധി അറിയാം, അതേ സുഭാഷ് ഏട്ടാ ചിരിക്കൊന്നും വേണ്ട, അവള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പറഞ്ഞതാ, തെറ്റെൻ്റെ ഭാഗത്തൊന്നും അല്ലാന്ന്. സൂര്യ ചമ്മിപ്പോയ കാര്യമൊക്കെ സുധി പറയുമ്പോൾ അനിയൻ പറയും, ഞാനിപ്പോൾ ഓർക്കുന്നത് അവൻ ചമ്മിയ കാര്യമല്ല, ആ പെൺകുട്ടി വന്നപ്പോൾ സുധിയേട്ടൻ വായും പൊളിച്ച് നിന്നില്ലേ, അതാ ഞാനിപ്പോൾ ഓർത്തത്. ആ സമയത്ത് സുഭാഷിൻ്റെ മുറപ്പെണ്ണും നീതും കൂടി വീട്ടിലേക്ക് വരികയാണ്. നീതു ചോദിക്കും, ഹരീഷില്ലേ, നമ്മളിങ്ങോട്ട് വരുമ്പോൾ അവൻ്റെ വണ്ടി ഇവിടെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും. നികേഷ് ചോദിക്കും, നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, നീതു എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന എൻ്റെ ജൂനിയറാണെന്ന് പറയും. സുഭാഷ് ആണെങ്കിൽ രാത്രി അവർ വന്നതിനെ വഴക്ക് പറയും. രാവിലെ തന്നെ വന്നാൽ നിൻ്റെ അമ്മ ചീത്ത അറിയും, ഇപ്പോൾ വന്നതൊന്നും അവർ കാണണ്ടെന്ന് പറയും. നീതുവിനെ അവൾ പരിചയപ്പെടുത്തുമ്പോൾ സുഭാഷ് പറയും, ഇനി ഇവളുടെ അച്ഛനും കൂടി ഇവിടെ വന്ന് വഴക്കുണ്ടാക്കണം അല്ലേ. അപ്പോൾ അവൾ പറയും, നീതു എന്നോട് ഒരു കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സുഭാഷ് ഏട്ടനോട് പറഞ്ഞാൽ എല്ലാം ശരിയാവുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഹരീഷിനെ പറ്റിയാ. അപ്പോൾ സുഭാഷ് ചോദിക്കും, ഹരീഷോ, അവനെന്ത് ചെയ്തു? നീതു ചോദിക്കും, ഹരീഷ് എന്താ ഇങ്ങനെ, എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം ചാടിക്കടിക്കും, ഒട്ടും സംസാരിക്കില്ല. ആ സമയത്തും സുധി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. സുധി പെട്ടെന്ന് നടന്ന് ഞെട്ടി, ഇതാരാന്ന് പറഞ്ഞ് എണീക്കും. ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സുധി അറിയും, ഇത് നന്നായല്ലോ, എന്നാൽ നമുക്ക് ഈ കല്യാണം നടത്താം. സുനന്ദ സുഭാഷേട്ടനെയും കുട്ടി ഹരീഷിനെയും കെട്ടിക്കോളും. സുനന്ദ ചോദിക്കും, കല്യാണോ? സുധി അറിയും, നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് കല്യാണം നടത്താം, എന്തേ? ഇത് കണ്ടുകൊണ്ട് വരുന്ന ഹരീഷ് അവളോട് ചൂടാവും, എന്തിനാ അങ്ങോട്ട് വന്നത്, നിന്ന് കൊഞ്ചാതെ ഇറങ്ങി പോകാൻ പറയും. അവൾ പോകുമ്പോൾ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കും. ഇത് കണ്ടിട്ട് സുഭാഷ് ചിരിക്കും. എന്നിട്ട് ചോദിക്കും, നല്ല കുട്ടി അല്ലടാ സുധി. സുധി പറയും, പിന്നെ ചേട്ടൻ സമ്മതിക്കുകയാണേ സുനന്ദ ചേട്ടനും നീതുവിനെ ഇവനും ആലോചിക്കാം. ഹരീഷ് പറയും, അവർക്കൊക്കെ ടൈം പാസ്സാ, അവരോട് നേരെ വരാൻ പറഞ്ഞു നോക്ക്, അവരാരും ഈ നരകത്ത് കാലുകുത്തില്ല, നമ്മളെയൊന്നും തിരിഞ്ഞു നോക്കില്ല. അതും പറഞ്ഞ് അവനങ്ങ് പോവും. സൂര്യ രാവിലെ പത്രമൊക്കെ വായിച്ചിട്ട് നാടിനെ അങ്ങനെ പുച്ഛിച്ച് പറയാണ്. നിധിയുടെ ഏട്ടൻ ചോദിക്കും, സൂര്യക്ക് ഈ നാട് അത്രയ്ക്ക് വെറുപ്പാണല്ലേ, നിധിയെ കല്യാണം കഴിച്ചാൽ അവളെയും കൊണ്ട് ഇങ്ങോട്ടൊന്നും വരില്ലേന്ന് ചോദിക്കും. സൂര്യ ചോദിക്കും, കല്യാണം കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരാൻ ഇതാ തിരുവനന്തപുരം ഗാനമാണോ? ആ സമയത്ത് അച്ഛൻ്റെ കോൾ വരും. അച്ഛൻ പറയും, വണ്ടി ഓടിക്കാൻ ഞാനൊരു ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ടിട്ട് സൂര്യ പറയും, എന്തിനാ അങ്കിൾ, ഞാൻ ഓടിച്ചോളാം. നിധിയുടെ അച്ഛൻ പറയും, അത് വേണ്ട, ഒന്നാമത് നല്ല ട്രാഫിക്കാണ്, നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് പറയും. ആ ഡ്രൈവർ സുധി ആയിരിക്കും. സുധി ആ വീട്ടിലേക്ക് ഗേറ്റും തുറന്ന് കയറി വരികയാണ്. സുധി സാറിന് ഉള്ളോട്ട് വിളിക്കുമ്പോൾ പുറത്തുനിന്ന് സൂര്യ ഹലോ എന്ന് വിളിക്കും. അവർ രണ്ടാളും തമ്മിൽ നോക്കി ഞെട്ടി നിൽക്കുകയാണ്. സൂര്യ പറയും, ഇറങ്ങി പോടാ ഇവിടുന്ന്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കും. സുധി പറയും, എന്നെ ട്രാവൽസിൻ്റെ ഓണറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. നിധിയുടെ ഏട്ടൻ പറയും, ചിലപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് വന്നതായിരിക്കും. നിധിയുടെ ചേട്ടൻ പറയും, ഞാൻ എന്തായാലും അച്ഛനൊന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കാൻ പോകും. സുധി പറയും, ഇതവൻ്റെ വീടാണെങ്കിൽ ആ പെണ്ണു ഇവിടെ കാണുമല്ലോ. അവൻ ഇങ്ങനെ ഉള്ളോട്ടൊക്കെ നോക്കും. അപ്പോൾ അവിടുന്ന് നിധി നിധി എന്ന് വിളിക്കുന്നത് കേൾക്കും. ഇത് കേട്ടിട്ട് സുധി പറയും, നിധി നല്ല പേര്. ആ സമയത്ത് നിധി താഴോട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങി വരികയാണ്. അപ്പുറത്തുനിന്ന് നിധിയുടെ ചേട്ടൻ പറയും, അച്ഛൻ പറയുന്നത് നല്ല ആളാണെന്നാ. ഇത് കേട്ടിട്ട് സുധി അറിയും, ഒന്ന് കയ്യിലെടുക്കാന്ന് പറഞ്ഞിട്ട് സുധി അവിടെ പോയിട്ട് സോറി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സൂര്യക്ക് കുറച്ച് സന്തോഷം. സൂര്യ പറയും, കേട്ടില്ലേ, അവൻ തെറ്റ് സമ്മതിച്ച് കേട്ടില്ലേ, എനിക്ക് തെറ്റ് പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സൂര്യ അത് അവനോട് ഒന്നുകൂടി പറയിക്കും. സൂര്യ പോയി കഴിയുമ്പോൾ സുധി പറയും, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഓരോ രീതിയെപ്പറ്റി ഇങ്ങനെ സംസാരിക്കും. നിധിയോട് സൂര്യ ചോദിക്കും, നിധിക്ക് ഡ്രൈവിംഗ് അറിയോ? നിധിയുടെ ഏട്ടൻ പറയും, അവൾക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, വീട്ടിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. അവിടെ വന്ന് എന്തു ചെയ്യും, എപ്പോഴും എനിക്ക് ഇവളുടെ കൂടെ പോകാൻ പറ്റുമോ? ഞാൻ അവളുടെ ഡ്രൈവറാവില്ലേ? ഡ്രൈവ് ചെയ്യാൻ അറിയില്ല, ഒരു പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല, പഠിച്ചതല്ലാതെ വേറെ എന്താ അറിയുക? സൂര്യ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അപമാനിക്കുമ്പോൾ നിധി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി അവിടുന്ന് എണീക്കുകയാണ്. സൂര്യ പറയും, എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ടേബിൾ മാനേഴ്സ് നോക്കാതെ ഇങ്ങനെ എണീറ്റ് പോകാൻ പാടില്ല, സിറ്റ് ഡൗൺ എന്ന് പറയും. നിധി വേറെ നിവൃത്തിയില്ലാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. സൂര്യ പറയും, കല്യാണത്തിന് മുമ്പ് നിന്നെ കുറച്ച് മര്യാദ പഠിപ്പിക്കാനുണ്ട്. അല്ല അരുൺ, നികേഷ് വീടൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ആ സമയത്ത് ഹരീഷ് ഒരു 4 കസേരയായിട്ട് വീട്ടിലേക്ക് വരും. സുഭാഷിനോട് ചോദിക്കും, എങ്ങനെയുണ്ട് വീടൊക്കെ? ഞാൻ തുടച്ച് വൃത്തിയാക്കി. ഹരീഷ് ഏട്ടൻ 4 കസേരയും കൊണ്ടുവന്നിട്ടുണ്ട്. ഹരീഷ് പറയും, ഒരു കല്യാണം നടക്കാൻ പോവല്ലേ, ഇനി ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യില്ലേ, ഇരിക്കാൻ ഈ വീട്ടിൽ എന്തെങ്കിലും വേണ്ടേ? നികേഷ് പറയും, ഇനി ഏട്ടൻ പറ, മുഖത്ത് ഞാൻ എന്തെങ്കിലും മിനുക്ക് പണി ചെയ്ത് തരട്ടെ? സുഭാഷ് പറയും, അയ്യോ വേണ്ടേ. നികേഷ് സുധിയെ ഫോൺ വിളിച്ചിട്ട് പറയും, കവിതേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഏട്ടൻ ഇവിടെ എത്തുമെന്ന് ചോദിക്കും. സുധി ചോദിക്കും, കവിതേച്ചി? ഏത് കവിതേച്ചി? നികേഷ് പറയും, സുഭാഷ് ഏട്ടൻ പെണ്ണ് കാണാൻ പോയേ. സുധി ഇങ്ങനെ പരിങ്ങിക്കൊണ്ട് പറയും, ഞാനൊരു കല്യാണ ഓട്ടത്തിലാണെന്ന് പറയും. ഫോൺ വെച്ചിട്ട് തിരിയുന്ന സുധി കാണുന്നത് അപ്സ്റ്റേറിൽ നിൽക്കുന്ന നിധിയാണ്. സുധി ഇങ്ങനെ ഒറ്റയ്ക്ക് പറയും, സുധീഷേ
ഇത് നിനക്ക് ദൈവം കൊണ്ടുതന്ന അവസര. കണ്ട മാത്രയിൽ ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ വീട്ടിൽ ഇന്ന് നീ ഡ്രൈവറായി. നാളെ അവള് നിനക്ക് സ്വന്തമാടാ. ശ്രുതി ഇങ്ങനെ നിധിയെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്.